കാശിയിൽ ശിവഭഗവാൻ അറിയപ്പെടുന്നത് പാർവതി ദേവിയുടെ പതിയായിട്ടാണ് കേട്ടോ. ഇത് കാശി വിശ്വനാഥ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. നമുക്ക് ഉള്ളിലോട്ട് ചെരുപ്പുകളോ അതേപോലെ തന്നെ മൊബൈൽ ഫോൺസോ ഒന്നും അലൗഡ് അല്ല. അതെല്ലാം ഷോപ്പുകളിലൊക്കെ വെച്ചിട്ട് ലോക്കറുകളുണ്ട്, അവിടെ വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഓരോ നിമിഷവും കാശിയിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാലും എപ്പോഴും എന്നും നമ്മുടെ മനസ്സിലതിങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ. അത്രയ്ക്കും പോസിറ്റീവ് വൈബാണ്. ഒരിക്കലെങ്കിലും നമ്മൾ കാശി പോകണമെന്ന് ഞാൻ കാശിയിലെ ഓരോ ദിവസവും എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ചിന്തിപ്പിക്കുകയും എന്താ പറയുക, അപ്പോൾ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. നമ്മൾ ചെറുതിലേ പോയ പോലെയുള്ള ഉന്തുവണ്ടികളും സൈക്കിൾ റിക്ഷകളും ഒരു സൈഡിൽ കൂടി ജോലിക്ക് പോകുന്ന ആൾക്കാരും തിക്കും തിരക്കും ഭഗവാനെ തൊഴാൻ പോകുന്ന തിരക്കും എല്ലാം കൂടിയായിട്ട് ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. പിള്ളേർക്കും അതൊരു പുതിയ ഒരു ഇതായിരുന്നു കേട്ടോ. കാരണം പിള്ളേർ ഇതുപോലെ തിക്കും തിരക്കുകളിലോ സൈക്കിൾ റിക്ഷകളിലോ അങ്ങനെയൊന്നും പോയിട്ടില്ല. പിള്ളേർക്കും കൂടി എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ അവിടെ കാശി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇതാണ്. നമ്മൾ കാശിയിൽ പോയാൽ നമുക്ക് ഇനിയും പോകണം എന്നുള്ള ഒരു വെമ്പലാണ് ശരിക്കും കാശിയിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. കാശിയിൽ പോയാൽ നമ്മൾ ഒരുപാട് ചിന്തിക്കും. നമ്മളൊക്കെ ഒന്നുമല്ല, ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും. അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഒരു സൈഡിൽ കൂടി മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നു, പിന്നെ ഓരോ സൈഡിൽ കൂടി ഓരോരുത്തർക്കും ഒന്നിനും ടൈമില്ല. ആരെയും എന്താ പറയുക, നീ വലിയവനാണ് ഞാൻ ചെറിയവനാണെന്നുള്ള ഒന്നും നോക്കാനേ അവിടെ ടൈമില്ല. അത്രയ്ക്കും എന്താ പറയുക ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ കാശി എന്ന് പറയാനായിട്ട്. അതൊരു എൻ്റെ അനുഭവമാണ് കേട്ടോ.